ലിപ്സ്റ്റിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ എൻ്റെ ഒരു റീസെൻ്റായിട്ട് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ് ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ ജസ്റ്റ് ഹെർബ്സിൻ്റെ ഹെർബ് എൻറീച്ച്ഡ് ആയിട്ടുള്ള മാറ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. ശരിക്കും കിടിലെന്ന് പറഞ്ഞാൽ വേറെ ഒന്നും പറയാനല്ല, കിടിലൻ ലിപ്സ്റ്റിക്കാണ്. സംഭവം അടിപൊളിയാണ് കേട്ടോ. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് അഫോർഡബിൾ പ്രൈസാണ്. ഒരുപാട് പ്രൈസ് റേഞ്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഫേസ് കാണുമ്പം ഞാൻ ഒരു തരത്തിലുള്ള മേക്കപ്പും അപ്ലൈ ചെയ്യാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താ പറയുക, ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടൊരു ഫീലിംഗ് ഉണ്ടാവും, ഒരു പൂർണ്ണത കിട്ടാത്ത പോലെ. അപ്പോൾ നമുക്ക് ഓൾറെഡി ഇനിയിപ്പോൾ മേക്കപ്പ് ഇടാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ലിപ്സ്റ്റിക് ഇട്ടാൽ അവരുടെ ഫേസിൽ നല്ലൊരു ചേഞ്ചസ് വരുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാൻ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളിയായിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക്കിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഹെർബ് എൻറീച്ച്ഡ് ആയിട്ടുള്ള മാറ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ജസ്റ്റ് ഹെർബ്സിൻ്റെ ആണ്. അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ് ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ പ്ലം റോസ് എന്ന് പറഞ്ഞ ഒരു ഷെയ്ഡാണ്. ഒരു സ്ട്രോക്ക് ആപ്ലിക്കേഷനിൽ തന്നെ നല്ല രീതിക്ക് നമുക്ക് എന്താ പറയുക, പിഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ പിഗ്മെൻറ്റഡ് ആയിട്ട് കിട്ടുന്ന അടിപൊളി ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക്ക് എൻ്റെ ചുണ്ടിൽ ഞാൻ അപ്ലൈ ചെയ്ത് കാണിക്കാം. കണ്ടില്ലേ, വൺ സ്ട്രോക്ക് ആപ്ലിക്കേഷനിൽ തന്നെ നല്ലൊരു ഫിനിഷാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ശരിക്കും അമേസിങ് ആയിട്ടുള്ളൊരു ലിപ്സ്റ്റിക്ക് തന്നെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ലിപ്സ്റ്റിക്ക്. അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ് ഞാൻ പറഞ്ഞു, പ്ലം റോസ് എന്നുള്ളൊരു ഷെയ്ഡാണ്. ഇതൊരു ന്യൂഡ് റേഞ്ചിൽ വരുന്നതാണ് കേട്ടോ. എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും, അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ മാച്ചിങ് ഫെയർ മീഡിയം ആയിട്ടുള്ള ആൾക്കാർക്കാണ്. ടെസ്കി ആൻഡ് കുറച്ചുകൂടെ ഡാർക്ക് ആയിട്ടുള്ള സ്കിൻ ടോണുകാർക്ക് അത്ര അങ്ങോട്ട് മാച്ചിങ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അമേസിങ് ആണ്. ഇതിൻ്റെ ഫ്രാഗ്രൻസ് വൈസ് നോക്കുകയാണെങ്കിൽ നല്ലൊരു മൈൽഡ് ആയിട്ടുള്ളൊരു ഫ്രാഗ്രൻസ് ആണ് കേട്ടോ. ജസ്റ്റ് ഹെർബ്സിൻ്റെ ഒട്ടുമിക്ക പ്രൊഡക്ട്സും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ശരിക്കും അടിപൊളി കിടിലൻ പ്രൊഡക്റ്റാണ്, മറ്റൊന്നും പറയാനില്ല. ജസ്റ്റ് ഹെർബ്സിൻ്റെ ലിപ്സ്റ്റിക്കൊക്കെ ഹെർബൽ എൻറീച്ച്ഡ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്സ് ആണ്. പിന്നെ നമുക്ക് നമ്മുടെ ചുണ്ടിൽ അപ്ലൈ ചെയ്യുമ്പം ഒട്ടും തന്നെ എന്താ പറയുക, എന്തോ ഒരു പ്രൊഡക്റ്റ് ഇട്ട പോലത്തെ ഫീലിംഗ് ഇല്ല കേട്ടോ. ഒന്നും ഇടാത്ത പോലത്തെ ഒരു ഫീലിംഗ് ആണ്. അതിന് കാരണം ഇതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് വളരെ വെയ്റ്റ്ലെസ് ആയിട്ടുള്ളൊരു ഫോർമുലയാണ്. പിന്നെ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ ലോങ് ലാസ്റ്റിംഗ് ആണോ എന്നുള്ള കാര്യം നോക്കുകയാണെങ്കിൽ ശരിക്കും ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ലിപ്സ്റ്റിക്ക് തന്നെയാണ്. പിന്നെ നമ്മൾ എന്താ പറയുക, ചുണ്ടിൽ ഡ്രൈ ആക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ചുണ്ട് ഒട്ടും തന്നെ ഡ്രൈ ആക്കില്ല. നല്ല രീതിക്ക് മോയ്സ്ചറൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാനുള്ള മെയിൻ കാര്യം, ഇതിൽ എന്തൊക്കെ എൻറീച്ച്മെൻ്റ് ആണെന്ന് നോക്കുകയാണെങ്കിൽ സിക്കായും അതേപോലെ തന്നെ സ്വീറ്റ് ആൽമണ്ട് ഓയിലിൻ്റെ ഒക്കെ എൻറീച്ച്മെൻ്റ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ബെനിഫിറ്റ്സ് ഒക്കെ കാരണം നല്ല രീതിക്ക് ഒരു ഹൈഡ്രേഷൻ ആൻഡ് മോയ്സ്ചറൈസേഷൻ നമ്മുടെ ചുണ്ടിന് പ്രൊവൈഡ് ചെയ്തിട്ട് നമ്മുടെ ചുണ്ട് ഒട്ടും തന്നെ ഡ്രൈ ആകാണ്ട് കീപ്പ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ഫീൽ ലൈക്ക് വിയറിങ് നത്തിങ് അറ്റുള്ളൂ. അതായത് നമ്മുടെ ചുണ്ടിലൊക്കെ അപ്ലൈ ചെയ്താൽ നമുക്ക് ഒട്ടും തന്നെ ഒരു പ്രൊഡക്റ്റ് ഇട്ടെന്നുള്ള ആ ഒരു ഫീലിംഗ് ഒന്നും ഇല്ല. അതോടൊപ്പം തന്നെ നല്ല രീതിക്ക്, അതായത് അൾട്രാ മോയ്സ്ചറൈസിങ് ലെവലാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇനി അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ ഡ്രൈ ആക്കുന്നില്ല കേട്ടോ. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മെയിൻ കാര്യം. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് റേഞ്ചിലേക്ക് വരികയാണെങ്കിൽ ഇത് 595 രൂപയൊക്കെയാണ് ആക്ച്വൽ പ്രൈസ് വരുന്നത്. പക്ഷേ ഇപ്പം നൈക്കയിലൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. ഓഫേഴ്സൊക്കെ ഉണ്ട്. നമുക്ക് ഈ ഒരു എമൗണ്ട് കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല. പിന്നെ അത്യാവശ്യം നല്ല രീതിക്ക് ഷെൽഫ് ലൈഫൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹൈലി പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ്. 17ഓളം സ്റ്റണ്ണിങ് ഷെയ്ഡ്സിൽ നമുക്ക് അവൈലബിൾ ആണ്. അതായത് ബ്രൗൺ, ന്യൂഡ്, പിങ്ക്, അതോടൊപ്പം തന്നെ റെഡ്, ആ ഒരു ഷെയ്ഡ് വേരിയൻസിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ജസ്റ്റ് ഹെർബ്സിൻ്റെ ഈ ഒരു പ്രൊഡക്റ്റ് കിടിലനായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. നമുക്ക് പേടിക്കാണ്ട് ധൈര്യമായിട്ട് വാങ്ങിച്ച് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ലിപ്സ്റ്റിക്കാണ്. ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. സേഫ് ടു യൂസ് ആണ്. ക്ലിനിക്കലി പ്രൂവൺ ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പേടിക്കേണ്ട. പിന്നെ വേഗനാണ്. പിന്നെ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം അഫോർഡബിൾ പ്രൈസ് ആണ്. നല്ല രീതിക്ക് ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇനി നമുക്കൊരു ലിപ്സ്റ്റിക്ക് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് അടുത്തായിട്ട് നമ്മൾ ചിന്തിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും കരുതുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാര്യമാണ് ആ ഒരു ലിപ്സ്റ്റിക്ക് ട്രാൻസ്ഫർ പ്രൂഫ് ആണോ സ്മച്ച് പ്രൂഫ് ആണോ എന്നുള്ള കാര്യം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇട്ടിട്ട് ഞാൻ കുറച്ച് നേരമായി. ഓവറായിട്ട് പടരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ. മേ ബി കുറച്ച് നേരം കൂടെ കഴിഞ്ഞ് ഒന്നുകൂടെ ഒന്ന് ഡ്രൈ ആയാലോ ഒട്ടും തന്നെ വരില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അത്യാവശ്യം ഇവർ പറഞ്ഞ പോലെ തന്നെ ട്രാൻസ്ഫർ പ്രൂഫ് ആയിട്ടുള്ളൊരു ലിക്വിഡ് ലിപ്സ്റ്റിക്ക് തന്നെയാണ്.
പിന്നെ മാറ്റ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ആണല്ലോ ഇപ്പോൾ ട്രെൻഡിങ്. ആ ഒരു മാറ്റ് ഫോമിലേക്കാണ് നമ്മുടെ ഈ ഒരു ജസ്റ്റ് ഹെർബ്സിൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക്കിൽ. പിന്നെ അടുത്തയായിട്ട് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പാക്കേജിങ് വൈസ് ആസ് യൂഷ്വൽ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കിൻ്റെ സെയിം പാക്കേജിങ് ആണ് വന്നിട്ടുള്ളത്. ആപ്ലിക്കേറ്ററും ഇങ്ങനത്തെ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിക്ക് കംഫർട്ടായിട്ട് ഒറ്റ സ്ട്രോക്കിൽ തന്നെ അപ്ലൈ ചെയ്യുമ്പം നന്നായിട്ട് പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ട് കേട്ടോ. ട്രാവൽ ഫ്രണ്ട്ലി ആണോ നോക്കുകയാണെങ്കിൽ ഓക്കെ ഫൈൻ, കുഴപ്പമില്ല, ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. പിന്നെ നമുക്ക് പറയാനുള്ള കാര്യം എന്നൊക്കെ നോക്കുകയാണെങ്കിൽ ഇത്രയൊക്കെ ഉള്ളൂ. ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും തന്നെ ഈ ഒരു ലിപ്സ്റ്റിക്കിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ആർക്കെങ്കിലും വാങ്ങാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വ്യൂ പ്രൊഡക്റ്റിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം, നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇപ്പോഴാണെങ്കിൽ ഓഫേഴ്സ് ഉണ്ട് കേട്ടോ. ഈ ഒരു ഓഫേഴ്സ് മിസ് ചെയ്യാണ്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കാം. അപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക്കിനെ കുറിച്ചിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ എല്ലാ സ്കിൻ ടൈപ്പിനും മാച്ചിങ് ആണ്. ഫെയർ ആൻഡ് മീഡിയംകാർക്കാണ് കുറച്ചുകൂടെ മാച്ചിങ്. ഡെസ്കി ആയിട്ടുള്ള ആൾക്കാർക്ക് മാച്ചിങ് ആവും, പിന്നെ എത്രത്തോളം എന്ന് എനിക്ക് ഉറപ്പില്ല കേട്ടോ. അതൊക്കെയാണ് നമുക്ക് ഈ ഒരു ലിപ്സ്റ്റിക്കിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പോൾ മറക്കണ്ട, പ്ലം റോസ് എന്നാണ് നമ്മുടെ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് നെയിം നോക്കുകയാണെങ്കിൽ. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ, താങ്ക് യു ആൻഡ് പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു. ടാറ്റാ.